കനത്ത ചൂടിൽ കേരളം ചുട്ടുപൊള്ളുന്നതിനിടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുൽപ്പടർപ്പിന് തീപിടിച്ചു. വിമാനത്താവളത്തിൽ പുല്ലിന് തീപിടിക്കുന്നത് അസാധാരണ സംഭവമല്ല. എന്നാൽ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്താനിരിക്കെയാണ് സ്റ്റാൻഡ് ബൈ വിമാനത്താവളമായി നിശ്ചയിച്ച സിയാലിൽ ചെറിയ തോതിൽ തീ പടർന്നത്. 2 ആഴ്ച മുമ്പ് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുല്ലിന് തീ പടർന്നതിനെ തുടർന്ന് 4 വിമാനങ്ങൾക്ക് ലാൻഡിംഗ് അനുമതി നിഷേധിച്ചത് വാർത്തയായിരുന്നു. ഇപ്പോൾ ഡൽഹിയിലേക്കാൾ കൂടുതൽ കേരളത്തിലായതിനാൽ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഉണങ്ങി നിന്ന പുൽപ്പടർപ്പിന് തീ പിടിക്കുകയായിരുന്നു. തീ അധികം ഉയരത്തിൽ ആളിക്കത്തിയില്ലെങ്കിലും ഉണങ്ങി നിന്ന പുൽപ്പടർപ്പാണ് കത്തിയത്. പെട്ടെന്ന് തന്നെ ഫയർ എഞ്ചിനുകൾ എത്തി തീ അണച്ചതിനാൽ വിമാനത്താവളത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനത്തെ ബാധിച്ചില്ല. 2020 ഓഗസ്റ്റ് 7-ന് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് തകർന്നത് സമാനമായ സാഹചര്യത്തിലായിരുന്നു. അന്ന് കനത്ത മഴയും പ്രതികൂലമായ കാറ്റുമുണ്ടായിരിക്കെ റൺവേ അവസാനിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമായി നിർത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പൈലറ്റ് വിമാനം വീണ്ടും ഉയർത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. റൺവേയിൽ കെട്ടിക്കിടന്ന വെള്ളത്തിൽ ബ്രേക്കിംഗ് ശ്രമകരമായിരുന്നു. അത് പൈലറ്റിന്റെ ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. പൈലറ്റിന്റെ അക്വാ പ്ലാനിങ്ങിനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. പരിചയസമ്പന്നനും വിദഗ്ധനുമായ പൈലറ്റിന് പോലും വിമാനത്തിന്റെ നഷ്ടപ്പെട്ട വേഗത വീണ്ടെടുത്ത് ആ വിമാനത്തെ ആകാശത്തേക്ക് തിരികെ ഉയർത്താൻ സാധിച്ചില്ല. അങ്ങനെ കരിപ്പൂരിലെ ടേബിൾ ടോപ്പ് റൺവേ കടന്ന് മതിൽക്കെട്ട് തകർത്ത് വിമാനം തകർന്നു വീണു. അപകടത്തിൽ 19 പേർ മരിക്കുകയും 165 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു.